ശ്രീയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് സൗജന്യ നേത്ര ചികിത്സ. ഇടയ്ക്കിടയ്ക്ക് അതങ്ങനെ വരാറുണ്ട്. അപ്പോൾ ഇതുപോലുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ നിന്നൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത്. അത്രയും പേരെടുത്ത ഡോക്ടർമാരായിരിക്കും, ഹോസ്പിറ്റലിന് അത്രയും പാരമ്പര്യം കാണും. അങ്ങനെയൊക്കെ ഉള്ള ഹോസ്പിറ്റലിൽ നിന്നാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ന്യൂസുകൾ നമുക്ക് ഈ പത്രത്താളുകളിലൊക്കെ വരുന്നത്. ഇത് കണ്ടിട്ട് എന്ത് ചെയ്യും? 50 വയസ്സിന് മുകളിലോട്ടും താഴേക്കും ഒക്കെയുള്ള ആൾക്കാർ എന്നാൽ കുറച്ച് പൈസ കുറഞ്ഞിരിക്കുമല്ലോ, നമുക്ക് പോയി ട്രീറ്റ്മെൻറ്റ് എന്താണ് മുന്നോട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെല്ലും. അത്രയും പ്രായമായവരായിരിക്കും കൂടുതലും ചെല്ലുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു ന്യൂസ് ഞാൻ വായിക്കാൻ കേട്ടോ. ഹോസ്പിറ്റലിൻ്റെ പേര് ഞാൻ പറയുന്നില്ല തൽക്കാലം. പേര് കേട്ട ഹോസ്പിറ്റലാണ്. ഞാനിപ്പോൾ രാവിലെ പോയിട്ട് അവിടെ സംഭവിച്ച കുറച്ച് കാര്യങ്ങൾ ഞാനിതിൽ ആഡാക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തുള്ള പരസ്യം ഇങ്ങനെയാണ്: ക്യാമ്പിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും തുടർ ചികിത്സയ്ക്കും കണ്ണടകൾക്കും, പിന്നെ ഹോസ്പിറ്റലിൻ്റെ പേര് കേട്ടോ, സ്ഥലവും, കണ്ണാശുപത്രിയിൽ 10% ഡിസ്കൗണ്ട് നൽകുന്നതാണ്. ഈ ആനുകൂല്യം 30 ദിവസത്തേക്ക് മാത്രം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇൻഷുറൻസ് കമ്പനികളുടെ പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. RSBY, മെഡിസെപ്പ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓക്കെ മുതലായ മറ്റ് ഇൻഷുറൻസ് കമ്പനികളുടെ ആനുകൂല്യങ്ങളും ലഭ്യമാണ്. ഇതാണ് ഇവർ ന്യൂസിൽ കൊടുത്തിരിക്കുന്നത്, ഈ പരസ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ പരസ്യം കണ്ടിട്ട് സാധാരണ ഒരു മനുഷ്യൻ ചെല്ലുകയാണ്. അവിടെ ചെന്നിട്ട് നമ്മുടെ പേര്, നേരത്തെ കുട്ടി രാവിലെ ചെന്ന് നമ്മൾ പേര്, നമ്മുടെ ഫോൺ നമ്പർ, നമ്മുടെ സ്ഥലം, വയസ്സ്, ഇതെല്ലാം കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് അവർ സമയത്തിന് വിളിക്കുക. അപ്പം നേരെ വിളിക്കണതിന് മുന്നേ നമ്മൾ പോയി ആദ്യം നമ്മൾ പേര് എഴുതിയിടുകയാണ്, നമ്മളെ നമ്പർ നേരത്തെ വിളിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ സമയത്തിനൊരു 9 മണിക്ക് തുടങ്ങുമെന്ന് പറയുന്നു. നമ്മളൊരു 9:30 ആകുമ്പോഴത്തേനും അവിടെ എത്തുന്നു. അവിടെ ചെല്ലുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഇത് അങ്ങ് മേടിച്ചുകൊണ്ട് പോകും. അത് കഴിഞ്ഞ് നമ്മൾ അടുത്തൊരു സെക്ഷനിലേക്ക് വിളിക്കുന്നു. നമ്മൾ പണ്ട് സ്കൂളുകളിലൊക്കെ നമ്മൾ ഈ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ വരുന്നവർ ഈ ഫസ്റ്റ് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ, ഇതിപ്പോൾ നമ്മൾ അത്യാവശ്യം പൈസ കൊടുത്ത് നമ്മളൊരു ഡോക്ടറെ കാണാൻ പോയാലും ഇത് തന്നെയാണ് ചെയ്യിക്കുന്നത്. ഇത് തന്നെ ഇവിടെ ചെയ്യിച്ച് കഴിഞ്ഞിട്ട് അടുത്തൊരു സെക്ഷനിലും കൂടെ വിടും. അവിടെ ചെന്നാൽ ഈ ആംഗിൾ എഴുതി കാണാമോ, ഈ ആംഗിൾ എഴുതി വിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു പരിപാടി. അല്ലാണ്ട് നമുക്ക് ഡോക്ടറെ കാണാൻ അവിടെ പറ്റത്തില്ല. ഈ സൗജന്യം എന്ന് പറയുന്നതിനകത്തുള്ള തട്ടിപ്പ് ഇരിക്കുന്നത് അവിടെയാണ്. കണ്ണട വേണോ, അല്ലെങ്കിൽ അതിനകത്തുള്ള ബാക്കി മരുന്നൊഴിച്ചുള്ള ടെസ്റ്റുകൾക്കോ, അല്ലെങ്കിൽ ബാക്കിയുള്ള ഓയിൽമെൻറ്റ് കാര്യങ്ങൾക്കെല്ലാം നമ്മൾ പൈസ പേ ചെയ്യണം. അപ്പോൾ ഇവർ സത്യത്തിൽ ചെയ്യുന്ന എന്താണ്? ആൾക്കാരെ കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അത്രയും ആൾക്കാർ സൗജന്യ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് അവിടെ വരുമ്പോൾ അവരിൽ നിന്ന് എത്രയെങ്കിലും പേർക്ക് എന്തായാലും കണ്ണിന് പ്രശ്നമുള്ളവരായിരിക്കണമല്ലോ വരുന്നത്. അപ്പോൾ അത്രയും പേരെ നമുക്ക് ഈ ഹോസ്പിറ്റലിലോട്ട് അവർക്ക് കിട്ടുകയാണ്. എത്രയെങ്കിലും ദൂരത്തു നിന്നായിരിക്കും ഈ പരസ്യം കണ്ടിട്ട് വരുന്നത്. അങ്ങനെ ഒത്തിരി പേര്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ നന്നായിട്ട് ശബ്ദം ഉയർത്തി സംസാരിച്ചു. ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ഡോക്ടറെ കാണാൻ പറ്റിയില്ലെങ്കിലും കാര്യമായിട്ട് ചിലപ്പോൾ നാളെ പത്രത്തിൽ ചിലപ്പോൾ ഫോട്ടോസൊക്കെ വരും. കാര്യം പല ആംഗിളിൽ നിന്ന് അവിടെ ക്ലിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഇതേ ഹോസ്പിറ്റലിൻ്റെ പരസ്യത്തിൽ തന്നെ നാളത്തെ കോളങ്ങളിൽ വരണമല്ലോ പത്രത്തിൻ്റെ. അതായത് സൗജന്യ ചികിത്സ വിജയകരമായിരുന്നു എന്ന് പറഞ്ഞിട്ടായിരിക്കുമല്ലോ വരുന്നത്. അപ്പോൾ അവരുടെ ഹോസ്പിറ്റലിൻ്റെ പരസ്യത്തിന് വേണ്ടിയിട്ട് അവർ തന്നെ ആളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തന്നെ ചെയ്യുന്നു. എന്താല്ലേ?
ഏതായാലും മലയാളികൾ എങ്ങനെയായിരിക്കും, നമുക്ക് അരി ഫ്രീ ആയിട്ട് കൊടുക്കുന്നോ, അല്ലെങ്കിൽ പലവ്യഞ്ജനം ഫ്രീ ആയിട്ട് കൊടുക്കുന്നോ, അല്ലെങ്കിൽ 2 രൂപ നമുക്ക് എവിടെയെങ്കിലും കുറഞ്ഞിരിക്കുന്നോ, നമ്മൾ അവിടെ നോക്കി പോകുന്നവരാണ്. കാരണം ഡെയിലി സാലറിക്ക് ജോലി ചെയ്യുന്ന എത്രയോ മനുഷ്യരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും ഓരോ വീട്ടിലും ചിലപ്പോൾ അപ്പന്മാർ കാണും, അമ്മ കാണും, ചിലപ്പോൾ അമ്മച്ചിമാർ കാണും, അല്ലേ അപ്പാപ്പന്മാർ കാണും. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഇച്ചിരി എവിടെയെങ്കിലും കുറഞ്ഞിരുന്നാൽ ചിലപ്പം വാർദ്ധക്യം ആയിട്ട് അവർക്ക് മറ്റും പ്രശ്നങ്ങളും മറ്റു അസുഖങ്ങളൊക്കെ ഉള്ളവരായിരിക്കും. അപ്പോൾ കുറച്ചെവിടെയെങ്കിലും നമുക്ക് കുറച്ച് 1 രൂപയെങ്കിലും കുറഞ്ഞിരിക്കുന്നിടത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഇതുപോലെ ഇങ്ങനെ അവരെ നിന്നൊക്കെ ഇങ്ങനെ പിടിച്ച് വാങ്ങാൻ വേണ്ടിയിട്ടിരിക്കുന്ന കോർപ്പറേറ്റ് കമ്പനീസാണ് ഇതെല്ലാം, പ്രൈവറ്റ് കമ്പനീസ്. അവർക്ക് ചിലവായ ഹോസ്പിറ്റലിൻ്റെ ഫെസിലിറ്റീസിന് വേണ്ടിയിട്ടുള്ള എല്ലാ അനാവശ്യമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെൻറ്റുകളും അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ടെസ്റ്റുകളൊക്കെ തന്ന് തലയിൽ കെട്ടി വെച്ച് കൊടുത്ത് അതെല്ലാം ഈടാക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നത്. പാവപ്പെട്ടവരെങ്കിലും നിങ്ങൾ അതിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിനൊക്കെയാണല്ലോ ഈ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ മുകളിലെന്നൊക്കെ പറഞ്ഞ് വെച്ചേക്കുന്നത്. അതെങ്കിലും നോക്കിയും കണ്ടും ചെയ്താൽ നല്ലതായിരിക്കും. ഇതൊക്കെ എവിടെ കൊണ്ട് വെക്കും. അപ്പോൾ നമുക്ക് അടുത്ത സബ്ജക്റ്റുമായിട്ട് ഇനിയും തത്സമയ ശ്രീ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും എനിക്കറിയണം. അപ്പോൾ മറ്റു വിശേഷങ്ങളുമായി ഇനിയും കാണാം. അതുവരേക്കും തത്സമയ ശ്രീ പോകുന്നു. ചാച്ചാ, ബൈ ബൈ.